മോർ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ എന്താ കട്ടൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഞാൻ എന്താ വെള്ളം വെച്ചു. വെള്ളം ചൂടായി വന്നപ്പോൾ ചോറ് വെക്കാനായിട്ടുള്ള അരി ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് അച്ചുക്കുട്ടൻ പറഞ്ഞേക്കുന്നത് റൈസ് വേണമെന്നാണ്. അപ്പം ഞാൻ റൈസ് വെക്കാനായിട്ട് കുറച്ചരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൈസ് വെച്ച് കൊടുത്ത് വിടാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മാവിരിപ്പുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. എന്തായാലും സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടി കുക്കറിൽ പരിപ്പ് വേകാൻ വേണ്ടി വെച്ചേക്കുക. അപ്പോൾ പരിപ്പ് വേകണ സമയത്ത് നമുക്കൊന്ന് കഷ്ണങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഞാനപ്പോൾ റൈസിന് എല്ലാ കഷ്ണങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടോ ഞാനപ്പോൾ മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പുറത്ത് ഞാനിനി ചോറ് ഞാൻ ഓഫ് ചെയ്ത് ഇപ്പുറത്ത് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ആദ്യക്കൂട്ടെ ഇന്നലെ രാത്രിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് അവൻ പറഞ്ഞപ്പോൾ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ക്യാരറ്റ് നമുക്കൊന്ന് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം എന്താ ഒഴിച്ചു കൊടുത്ത് ഒരു ക്യാരറ്റ് ഞാൻ ചോപ്പ് ചെയ്താണേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആദ്യക്കൂട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് വെക്കുന്നേ ഉള്ളൂ. എൻ്റെ ക്യാഷ്നട്ടും മുന്തിരിയൊന്നും ഇല്ലെന്നല്ല. രാത്രി നമുക്ക് കിടക്കാൻ നേരത്താണ് പറഞ്ഞത് സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ച് തരുമോ. അപ്പോൾ പിന്നെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ള ഇതൊക്കെ ഇട്ട് ഞാൻ വെച്ച് കൊടുക്കാമെന്ന് വെച്ചതാണ്. സാധാരണ അച്ചുക്കുട്ടൻ്റെ ആദ്യത്തെ ഫുഡാണ് സ്കൂളിൽ കൊണ്ടുപോകാറ്. പിന്നിപ്പോൾ പറഞ്ഞ കാരണം ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ച്. അതൊന്നപ്പോൾ വെന്ത് വരട്ടെ. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ച് ആ കുക്കറിലോട്ട് തന്നെ കുറച്ച് കഷ്ണങ്ങളുണ്ടായതും കൂടി എടുത്തിട്ട് സാമ്പാറിന് എല്ലാ കഷ്ണവും കൂടി വേവിക്കാൻ വേണ്ടി ഒരു വിസിലൊന്ന് അടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഇത് വെന്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്യാരറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ റൈസ് വെന്തപ്പോൾ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ റൈസ് മാറ്റിക്കഴിഞ്ഞപ്പോൾ കുക്കർ ഇപ്പുറത്തോട്ട് വെച്ചു. പിന്നെ സവാളയ്ക്കൊന്ന് വാട്ടി ചോറിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാകണം. അപ്പം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് കോരി ഒഴിക്കാം. മാവൊക്കെ കോരി ഒഴിച്ചു. അപ്പോൾ നമുക്ക് നേരെ അടപ്പത്തോട്ട് വെക്കാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കോരി ഒഴിച്ചു. ഇനി വേഗം വെക്കാം. അപ്പോൾ ആദ്യക്കൂട്ടൻ റൈസിൻ്റെ കൂടെ കൊണ്ടുപോകണത് നമ്മുടെ സള്ളാസാണ്. ഉപ്പിട്ടില്ലേ? അങ്ങനെ അച്ചുക്കുട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം അച്ചുവിന് ഫുഡ് ഞാൻ വാരിയാണ് രാവിലെ കൊടുക്കുന്നത്. രാവിലെ ആൾ തന്നെ കഴിക്കില്ല, മുഴുവൻ എടുത്താൽ കഴിക്കില്ല. കാരണം ഞാൻ വാരിയൊക്കെ കൊടുക്കുന്നത്. പിന്നെ അച്ചു ഫുഡൊക്കെ കഴിച്ച് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് ഞങ്ങളപ്പോൾ പുറത്ത് അച്ചു ചെരുപ്പൊക്കെ ഇടുക. ഈ സമയത്ത് അപ്പോൾ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ വണ്ടി വന്ന കാരണം പെട്ടെന്ന് അച്ചു ചെരുപ്പൊക്കെ ഇടുവാണ്. അങ്ങനെ അച്ചുക്കുട്ടൻ സ്കൂളിലൊക്കെ പോയി. ഇനിയിപ്പോൾ എനിക്ക് കറിയൊക്കെ വെക്കണം, അമ്പൂനെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്ത് ഉറക്കണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.